വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാമത് വാക്യം. ആ വചനം വായിക്കുന്നത്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു എന്നുള്ള വാക്യമാണ്. ഈ വാക്യത്തിനുള്ളിലും ഇയ്യോബ് തൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പരമാർത്ഥതയോടെ താൻ സേവിച്ചിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ താൻ കണ്ടെത്തി ഓർപ്പിക്കുകയാണ്, ദൈവത്തിന് ആരാഞ്ഞറിയാത്ത, അറിഞ്ഞുവാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും തൻ്റെ മുൻപിലില്ലെന്നും താൻ ഇന്നയോളം ചെയ്തിട്ടുള്ളതായ അത്ഭുതങ്ങൾ എണ്ണിത്തീർക്കുവാനോ പറഞ്ഞു തീർക്കുവാനോ കഴിയുന്നതിനേക്കാളൊക്കെ അനവധിയാണെന്നും ഇയ്യോബ് ഓർമ്മപ്പെടുത്തി പറയുകയാണ്. വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യന് ഗ്രഹിപ്പാൻ കഴിയാത്തതൊക്കെയും ദൈവം ഗ്രഹിക്കുന്നു എന്നും മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെ ദൈവം നിസ്സാരമായി സാധിപ്പിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നുണ്ട്. മാത്രമല്ല, ദൈവം ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോൾ അതും എണ്ണിത്തീർക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത് രേഖപ്പെടുത്തപ്പെടുകയാണ്. മിസ്രയീമിൻ്റെ അടിമത്തത്തിലായിരുന്ന ജനം അവിടെ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു വരുമെന്നൊരിക്കലും പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന വസ്തുതയായിരുന്നില്ല. അവർ കടന്നുപോയതായ വഴികളിൽ പലയിടങ്ങളിലും അവരുടെ മുമ്പിൽ കടന്നു വന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവർക്ക് കഴിയുമെന്ന് മാനുഷികമായി ചിന്തിക്കുവാൻ അസാധ്യമായിരുന്നു. അവിടെയൊക്കെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തത് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവകാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും കുളക്കടവിൽ 38 വർഷമായി കിടക്കുന്ന മനുഷ്യൻ ഇനി ഒരിക്കലും ഒരു വിടുതൽ അനുഭവിപ്പാൻ കഴിയുമെന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു അവിടെ ചെയ്ത് അത്ഭുതം രേഖപ്പെടുത്തുകയാണ്. ഏറിയ വർഷം രക്തസ്രാവക്കാരത്തിയായ സ്ത്രീക്ക് ഇനി പുറത്തേക്കിറങ്ങി വരുവാൻ കഴിയുമെന്നോ വിടുവിക്കപ്പെടുമെന്നോ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു അവൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതം രേഖപ്പെടുത്തപ്പെടുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചെയ്ത അത്ഭുതത്തിൽ തുടങ്ങി എത്രയെത്ര അത്ഭുതങ്ങൾ യേശു കർത്താവ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്തെടുത്തു എന്ന് എണ്ണിപ്പറയുവാൻ കഴിയുന്നതിനും മീതെയാണ്. ഇയ്യോബ് പറയുകയാണ്, എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. എന്നെ കേൾക്കുന്നവരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും നാളെയും അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്ന അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ട്
ഒരു ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കാൻ ഉത്സാഹിക്കുക. ആ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ അത്ഭുതം നടക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കണം. അത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.